അധ്യായം 29 അൽ അൻകബൂത്ത്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 69. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. അഹസിബ الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. അലിഫ് ലാം മീം. ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത് കൊണ്ട് മാത്രം അവരെ വെറുതെ വിട്ടേക്കുമെന്ന്? അവർ പരീക്ഷണ വിധേയരാവാതെ وَلَقَدْ فَتَنَّا الَّذِينَ مِن قَبْلِهِمْ فَلَيَعْلَمَنَّ اللَّهُ الَّذِينَ صَدَقُوا وَلَيَعْلَمَنَّ الْكَاذِبِينَ. നിശ്ചയം അവർക്ക് മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യവാൻമാർ ആരെന്ന് അല്ലാഹു തിരിച്ചറിയുക തന്നെ ചെയ്യും, കള്ളന്മാരാരെന്ന്. أَمْ حَسِبَ الَّذِينَ يَعْمَلُونَ السَّيِّئَاتِ أَن يَسْبِقُونَا سَاءَ مَا يَحْكُمُونَ. തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കരുതുന്നുണ്ടോ നമ്മെ മറികടന്നു കളയാമെന്ന്? അവരുടെ വിധി തീർപ്പ് വളരെ ചീത്ത തന്നെ. من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم. അല്ലാഹുവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അറിയട്ടെ, അല്ലാഹുവിന്റെ നിശ്ചിത അവധി വന്നെത്തും. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നുവെങ്കിൽ തന്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ അത് ചെയ്യുന്നത്. സംശയമില്ല, അല്ലാഹു ലോകരിലാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ തിന്മകൾ നാം മായ്ച്ചുകളയും. അവരുടെ ഉത്തമ വൃത്തികൾക്കെല്ലാം പ്രതിഫലം നൽകുകയും ചെയ്യും. وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ حُسْنًا وَإِن جَاهَدَاكَ لِتُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا إِلَيَّ مَرْجِعُكُمْ فَأُنَبِّئُكُم بِمَا كُنتُمْ تَعْمَلُونَ. മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് നാം മനുഷ്യനെ ഉപദേശിച്ചിരിക്കുന്നു. നിനക്കറിയാത്ത വല്ലതിനെയും എന്റെ പങ്കാളിയാക്കാൻ അവർ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ നീ അവരെ അനുസരിക്കരുത്. എന്റെ അടുത്തേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റിയെല്ലാം നിങ്ങളെ നാം വിശദമായി വിവരമറിയിക്കും. والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ നാം സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തും, തീർച്ച. ومن الناس من يقول آمنا بالله فإذا أوذي في الله جعل فتنة الناس كعذاب الله فإذا أوذي في الله جعل فتنة الناس كعذاب الله ولئن جاء نصر من ربك ليقولن إنا كنا معكم
أوليس الله بأعلم بما في صدور العالمين ചിലയാളുകൾ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെട്ടാൽ അവർ ജനങ്ങളുടെ പീഡനത്തെ അല്ലാഹുവിന്റെ ശിക്ഷ പോലെ കണക്കാക്കുന്നു. അതോടൊപ്പം നിന്റെ നാഥനിൽ നിന്നുള്ള വല്ല സഹായവും വന്നെത്തിയാൽ വിശ്വാസികളോട് അവർ പറയും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു. ലോകരുടെ മനസ്സിലുള്ളതൊക്കെ നന്നായി അറിയുന്നവനല്ലയോ അല്ലാഹു? وَلَيَعْلَمَنَّ اللَّهُ الَّذِينَ آمَنُوا وَلَيَعْلَمَنَّ الْمُنَافِقِينَ സത്യവിശ്വാസം സ്വീകരിച്ചവർ ആരെന്ന് അല്ലാഹു അറിയുക തന്നെ ചെയ്യും. കപടവിശ്വാസികളെയും അവൻ തിരിച്ചറിയും, തീർച്ച. وَقَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا اتَّبِعُوا سَبِيلَنَا وَلْنَحْمِلْ خَطَايَاكُمْ وَمَا هُمْ بِحَامِلِينَ مِنْ خَطَايَاهُمْ مِنْ شَيْءٍ إِنَّهُمْ لَكَاذِبُونَ സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിന്തുടരുക, നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുകൊള്ളാം. എന്നാൽ അവരുടെ പാപങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ഇവർ ഏറ്റെടുക്കുകയില്ല. തീർച്ചയായും ഇവർ കള്ളം പറയുന്നവരാണ്. وَلَيَحْمِلُنَّ أَثْقَالَهُمْ وَأَثْقَالًا مَعَ أَثْقَالِهِمْ وَلَيُسْأَلُنَّ يَوْمَ الْقِيَامَةِ عَمَّا كَانُوا يَفْتَرُونَ തങ്ങളുടെ പാപഭാരങ്ങൾ അവർ വഹിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ ചുമക്കേണ്ടിവരും. അവർ കെട്ടിച്ചമച്ചതിനെപ്പറ്റി ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ തീർച്ചയായും അവരെ ചോദ്യം ചെയ്യും. وَلَقَدْ أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ فَلَبِثَ فِيهِمْ أَلْفَ سَنَةٍ إِلَّا 50 عَامًا فَأَخَذَهُمُ الطُّوفَانُ وَهُمْ ظَالِمُونَ നോഹിനെ നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയച്ചു. 950 കൊല്ലം അദ്ദേഹം അവർക്കിടയിൽ കഴിച്ചുകൂട്ടി. അവസാനം അവർ അക്രമികളായിരിക്കെ ജലപ്രളയം അവരെ പിടികൂടി. فَأَنْجَيْنَاهُ وَأَصْحَابَ السَّفِينَةِ وَجَعَلْنَاهَا آيَةً لِلْعَالَمِينَ അപ്പോൾ നാം അദ്ദേഹത്തെയും കപ്പലിലെ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തി. അങ്ങനെ അതിനെ ലോകർക്ക് ഒരു ദൃഷ്ടാന്തമാക്കി. وَإِبْرَاهِيمَ إِذْ قَالَ لِقَوْمِهِ اعْبُدُوا اللَّهَ وَاتَّقُوهُ ذَلِكُمْ خَيْرٌ لَكُمْ إِن كُنتُمْ تَعْلَمُونَ ഇബ്രാഹീമിനെയും നാം നമ്മുടെ ദൂതനായി നിയോഗിച്ചു. അദ്ദേഹം തന്റെ ജനതയോട് ഇങ്ങനെ പറഞ്ഞ സന്ദർഭം, നിങ്ങൾ അല്ലാഹുവിന് മാത്രം വഴിപ്പെടുക, അവനെ സൂക്ഷിക്കുകയും ചെയ്യുക, അതാണ് നിങ്ങൾക്കുത്തമം, നിങ്ങൾ യാഥാർത്ഥ്യം അറിയുന്നവരെങ്കിൽ. إنما تعبدون من دون الله أوثانا وتخلقون إفكا إن الذين تعبدون من دون الله لا يملكون لكم رزقا فابتغوا عند الله الرزق واعبدوه واشكروا له إليه ترجعون അല്ലാഹുവെ വിട്ട് നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ചില വിഗ്രഹങ്ങളെയാണ്. നിങ്ങൾ കള്ളം കെട്ടിയുണ്ടാക്കുകയാണ്. അല്ലാഹുവെ വിട്ട് നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നവയ്ക്ക് നിങ്ങൾക്കാവശ്യമായ ഉപജീവനം തരാൻ പോലും കഴിയില്ല. അതിനാൽ നിങ്ങൾ അല്ലാഹുവോട് ഉപജീവനം തേടുക, അവനു മാത്രം വഴിപ്പെടുക, അവനോട് നന്ദി കാണിക്കുക. നിങ്ങളൊക്കെ മടങ്ങിയെത്തുക അവന്റെ അടുത്തേക്കാണ്. وَإِن تُكَذِّبُوا فَقَدْ كَذَّبَ أُمَمٌ مِّن قَبْلِكُمْ وَمَا عَلَى الرَّسُولِ إِلَّا الْبَلَاغُ الْمُبِينُ നിങ്ങൾ ഇത് കള്ളമാക്കി തള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള പല സമുദായങ്ങളും അങ്ങനെ കള്ളമാക്കിയിട്ടുണ്ട്.
സന്ദേശം വ്യക്തമായി എത്തിച്ചു തരിക എന്നതല്ലാതെ മറ്റു ബാധ്യതയൊന്നും ദൈവദൂതനില്ല. أَوَلَمْ يَرَوْا كَيْفَ يُبْدِئُ اللَّهُ الْخَلْقَ ثُمَّ يُعِيدُهُ إِنَّ ذَلِكَ عَلَى اللَّهِ يَسِيرٌ. അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ അല്ലാഹു എങ്ങനെ സൃഷ്ടികർമ്മം തുടങ്ങുന്നുവെന്ന്, പിന്നീട് എങ്ങനെ അതാവർത്തിക്കുന്നുവെന്നും? തീർച്ചയായും അല്ലാഹുവിന് അത് ഒട്ടും പ്രയാസകരമല്ല. قُلْ سِيرُوا فِي الْأَرْضِ فَانظُرُوا كَيْفَ بَدَأَ الْخَلْقَ ثُمَّ اللَّهُ يُنشِئُ النَّشْأَةَ الْآخِرَةَ إِنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എന്നിട്ട് അല്ലാഹു എങ്ങനെ സൃഷ്ടി ആരംഭിച്ചുവെന്ന് നോക്കൂ. പിന്നീട് അല്ലാഹു വീണ്ടുമൊരിക്കൽ കൂടി സൃഷ്ടിക്കുന്നതെങ്ങനെയെന്നും. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ തന്നെ, തീർച്ച. يُعَذِّبُ مَن يَشَاءُ وَيَرْحَمُ مَن يَشَاءُ وَإِلَيْهِ تُقْلَبُونَ. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ ശിക്ഷിക്കുന്നു, അവനിച്ഛിക്കുന്നവരോട് കരുണ കാണിക്കുന്നു. അവങ്കലേക്കാണ് നിങ്ങളൊക്കെ തിരിച്ചു ചെല്ലുക. وَمَا أَنْتُمْ بِمُعْجِزِينَ فِي الْأَرْضِ وَلَا فِي السَّمَاءِ وَمَا لَكُمْ مِنْ دُونِ اللَّهِ مِنْ وَلِيٍّ وَلَا نَصِيرٍ. നിങ്ങൾക്ക് ഭൂമിയിൽ അവനെ തോൽപ്പിക്കാനാവില്ല, ആകാശത്തും സാധ്യമല്ല. അല്ലാഹുവെ കൂടാതെ നിങ്ങൾക്കൊരു രക്ഷകനില്ല, സഹായിയുമില്ല. وَالَّذِينَ كَفَرُوا بِآيَاتِ اللَّهِ وَلِقَائِهِ أُولَئِكَ يَئِسُوا مِنْ رَحْمَتِي وَأُولَئِكَ لَهُمْ عَذَابٌ أَلِيمٌ. അല്ലാഹുവിന്റെ വചനങ്ങളെയും അവനെ കണ്ടുമുട്ടുന്നതിനെയും തള്ളിപ്പറയുന്നവർ എന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരായിരിക്കുന്നു. അവർക്ക് തന്നെയാണ് നോവേറിയ ശിക്ഷയുണ്ടാവുക. فما كان جواب قومه إلا أن قالوا اقتلوه أو حرقوه فأنجاه الله من النار إن في ذلك لآيات لقوم يؤمنون. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയുടെ പ്രതികരണം ഇത്രമാത്രമായിരുന്നു: നിങ്ങളിവനെ കൊന്നുകളയുക, അല്ലെങ്കിൽ ചുട്ടെരിക്കുക. എന്നാൽ അല്ലാഹു ഇബ്രാഹീമിനെ തീയിൽ നിന്ന് രക്ഷിച്ചു. വിശ്വസിക്കുന്ന ജനത്തിന് ഇതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. وقال إنما اتخذتم من دون الله أوثانا مودة بينكم في الحياة الدنيا ثم يوم القيامة يكفر بعضكم ببعض ويلعن بعضكم بعضا ومأواكم النار وما لكم من ناصرين. ഇബ്രാഹിം പറഞ്ഞു, അല്ലാഹുവെ വിട്ട് നിങ്ങൾ ചില വിഗ്രഹങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. അത് ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം കാരണമായാണ്. എന്നാൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ തള്ളിപ്പറയും, പരസ്പരം ശപിക്കും. ഒന്നുറപ്പ്, നിങ്ങളുടെ താവളം നരകത്തീയാണ്. നിങ്ങൾക്ക് സഹായികളായി ആരുമുണ്ടാവില്ല. فآمن له لوط وقال إني مهاجر إلى ربي إنه هو العزيز الحكيم. അപ്പോൾ ലൂത്ത് അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ഇബ്രാഹിം പറഞ്ഞു, ഞാൻ നാടുവിടുകയാണ്, എന്റെ നാഥന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. സംശയമില്ല, അവൻ തന്നെയാണ് പ്രതാപിയും യുക്തിമാനും.
ووهبنا له إسحاق ويعقوب وجعلنا في ذريته النبوة والكتاب وآتيناه أجره في الدنيا وإنه في الآخرة لمن الصالحين. അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും സമ്മാനിച്ചു. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ നാം പ്രവാചകത്വവും വേദവും പ്രദാനം ചെയ്തു. അദ്ദേഹത്തിന് നാം ഇഹലോകത്തു തന്നെ പ്രതിഫലം നൽകി. പരലോകത്തോ തീർച്ചയായും അദ്ദേഹം സച്ചരിതരിലായിരിക്കും. وَلُوطًا إِذْ قَالَ لِقَوْمِهِ إِنَّكُمْ لَتَأْتُونَ الْفَاحِشَةَ مَا سَبَقَكُمْ بِهَا مِنْ أَحَدٍ مِنَ الْعَالَمِينَ. ലൂത്തിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞതോർക്കുക. ലോകത്ത് നേരത്തെ ആരും ചെയ്തിട്ടില്ലാത്ത മ്ലേച്ഛവൃത്തിയാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. أَإِنَّكُمْ لَتَأْتُونَ الرِّجَالَ وَتَقْطَعُونَ السَّبِيلَ وَتَأْتُونَ فِي نَادِيكُمُ الْمُنكَرَ فَمَا كَانَ جَوَابَ قَوْمِهِ إِلَّا أَن قَالُوا ائْتِنَا بِعَذَابِ اللَّهِ إِن كُنتَ مِنَ الصَّادِقِينَ. നിങ്ങൾ കാമശമനത്തിന് പുരുഷന്മാരെ സമീപിക്കുന്നു, നേരായ വഴി കൈവെടിയുന്നു, സദസ്സുകളിൽ പോലും നീചകൃത്യങ്ങൾ ചെയ്തുകൂട്ടുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയുടെ പ്രതികരണം ഇതുമാത്രമായിരുന്നു: നീ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഇങ്ങ് കൊണ്ടുവരിക, നീ സത്യവാനെങ്കിൽ. قال رب انصرني على القوم المفسدين. അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ നാഥ, നാശകാരികളായ ഈ ജനത്തിനെതിരെ നീ എന്നെ തുണയ്ക്കണമേ. ولما جاءت رسلنا إبراهيم بالبشرى قالوا إنا مهلكو أهل هذه القرية إن أهلها كانوا ظالمين. നമ്മുടെ ദൂതന്മാർ ഇബ്രാഹീമിന്റെ അടുത്ത് ശുഭവാർത്തയുമായെത്തി. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ ഇന്നാട്ടുകാരെ നശിപ്പിക്കാൻ പോവുകയാണ്. ഉറപ്പായും ഇവിടുത്തുകാർ അക്രമികളായിരിക്കുന്നു. قال إن فيها لوطا قالوا نحن أعلم بمن فيها لننجينه وأهله إلا امرأته كانت من الغابرين. ഇബ്രാഹിം പറഞ്ഞു, അവിടെ ലൂത്തുണ്ടല്ലോ. അവർ പറഞ്ഞു, അവിടെ ആരൊക്കെയുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അദ്ദേഹത്തെയും കുടുംബത്തെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴികെ. അവൾ പിന്മാറി നിന്നവരിൽപ്പെട്ടവളാണ്. ولما أن جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقالوا لا تخف ولا تحزن إنا منجوك وأهلك إلا امرأتك كانت من الغابرين. നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുത്തെത്തി. അപ്പോൾ അവരുടെ വരവിൽ അദ്ദേഹം വല്ലാതെ വിഷമിച്ചു, ഏറെ പരിഭ്രമിക്കുകയും മനസ്സ് തിടുങ്ങുകയും ചെയ്തു. അവർ പറഞ്ഞു, പേടിക്കേണ്ട, ദുഃഖിക്കുകയും വേണ്ട. തീർച്ചയായും നിന്നെയും കുടുംബത്തെയും ഞങ്ങൾ രക്ഷപ്പെടുത്തും, നിന്റെ ഭാര്യയെയൊഴികെ. അവൾ പിന്മാറി നിന്നവരിൽപ്പെട്ടവളാണ്. إنا منزلون على أهل هذه القرية رجزا من السماء بما كانوا يفسقون. ഇന്നാട്ടുകാരുടെ മേൽ നാം ആകാശത്തുനിന്ന് ശിക്ഷ ഇറക്കുക തന്നെ ചെയ്യും, കാരണം അവർ തെമ്മാടികളാണെന്നതു തന്നെ. وَلَقَدْ تَرَكْنَا مِنْهَا آيَةً بَيِّنَةً لِقَوْمٍ يَعْقِلُونَ. അങ്ങനെ നാം അവിടെ വിചാരശീലരായ ജനത്തിന് വ്യക്തമായ ദൃഷ്ടാന്തം ബാക്കിവെച്ചു.
وإلى مدين أخاهم شعيبا فقال يا قوم اعبدوا الله وارجوا اليوم الآخر ولا تعثوا في الأرض مفسدين. മദ്യനിലേക്ക് നാം അവരുടെ സഹോദരൻ ഷുഐബിനെ അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക, അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുക, നാട്ടിൽ നാശകാരികളായി കുഴപ്പമുണ്ടാക്കരുത്. فكذبوه فأخذتهم الرجفة فأصبحوا في دارهم جاثمين. അപ്പോൾ അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അതിനാൽ ഒരു ഭീകരപ്രകമ്പനം അവരെ പിടികൂടി. അതോടെ അവർ തങ്ങളുടെ വീടുകളിൽ വീണടിഞ്ഞവരായി. وعادا وثمود وقد تبين لكم من مساكنهم وزين لهم الشيطان أعمالهم فصدهم عن السبيل وكانوا مستبصرين. ആദ് സമൂദ് സമൂഹങ്ങളെയും നാം നശിപ്പിച്ചു. അവരുടെ പാർപ്പിടങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അവരുടെ പ്രവർത്തനങ്ങളെ പിശാച് അവർക്ക് ഏറെ ചേതോഹരങ്ങളായി തോന്നിപ്പിച്ചു. സത്യമാർഗത്തിൽ നിന്ന് പിശാച് അവരെ തടയുകയും ചെയ്തു. സത്യത്തിൽ അവർ കണ്ടറിയാൻ കഴിയുന്നവരായിരുന്നു. وقارون وفرعون وهامان ولقد جاءهم موسى بالبينات فاستكبروا في الأرض وما كانوا سابقين. ഖാറൂനെയും ഫിർഔനെയും ഹാമാനെയും നാം നശിപ്പിച്ചു. വ്യക്തമായ തെളിവുകളുമായി മൂസ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയിൽ അവർ അഹങ്കരിച്ചു. എന്നാൽ അവർക്ക് നമ്മെ മറികടക്കാൻ കഴിയുമായിരുന്നില്ല. فَكُلًّا أَخَذْنَا بِذَنبِهِ فَمِنْهُمْ مَنْ أَرْسَلْنَا عَلَيْهِ حَاصِبًا وَمِنْهُمْ مَنْ أَخَذَتْهُ الصَّيْحَةُ وَمِنْهُمْ مَنْ خَسَفْنَا بِهِ الْأَرْضَ وَمِنْهُمْ مَنْ أَغْرَقْنَا وَمَا كَانَ اللَّهُ لِيَظْلِمَهُمْ وَلَكِنْ كَانُوا أَنفُسَهُمْ يَظْلِمُونَ. അങ്ങനെ അവരെയൊക്കെ തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ നാം പിടികൂടി. അവരിൽ ചിലരുടെ മേൽ ചരൽക്കാറ്റയച്ചു, മറ്റു ചിലരെ ഘോരഗർജനം പിടികൂടി, വേറെ ചിലരെ ഭൂമിയിൽ ആഴ്ത്തി, ഇനിയും ചിലരെ മുക്കിക്കൊന്നു. അല്ലാഹു അവരോടൊന്നും അക്രമം കാണിക്കുകയായിരുന്നില്ല, മറിച്ച് അവർ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയായിരുന്നു. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. അല്ലാഹുവെ വെടിഞ്ഞു രക്ഷാധികാരികളെ സ്വീകരിക്കുന്നവരുടെ അവസ്ഥ എട്ടുകാലിയുടേതുപോലെയാണ്. അതൊരു വീടുണ്ടാക്കി. വീടുകളിലേറ്റം ദുർബലം എട്ടുകാലിയുടെ വീടാണ്. അവർ കാര്യം ഗ്രഹിക്കുന്നവരായിരുന്നെങ്കിൽ. ഇന്നല്ലാഹ യഅലമു മാ യദ്ഊന മിൻ ദൂനിഹി മിൻ ശൈഇ വഹുവൽ അസീസുൽ ഹകീം. തന്നെ വെടിഞ്ഞു അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊരു വസ്തുവെ സംബന്ധിച്ചും അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അവൻ പ്രതാപിയും യുക്തിമാനുമാണ്. وَتِلْكَ الْأَمْثَالُ نَضْرِبُهَا لِلنَّاسِ وَمَا يَعْقِلُهَا إِلَّا الْعَالِمُونَ. മനുഷ്യർക്കു വേണ്ടിയാണ് നാം ഇങ്ങനെ ഉപമകൾ വിശദീകരിക്കുന്നത്. എന്നാൽ അറിവുള്ളവരല്ലാതെ അതേക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. خَلَقَ اللَّهُ السَّمَاوَاتِ وَالْأَرْضَ بِالْحَقِّ إِنَّ فِي ذَلِكَ لَآيَةً لِلْمُؤْمِنِينَ. അല്ലാഹു ആകാശഭൂമികളെ യാഥാർത്ഥ്യത്തോടെ സൃഷ്ടിച്ചു. നിശ്ചയം സത്യവിശ്വാസികൾക്ക്
അതിൽ ഒരു ദൃഷ്ടാന്തമുണ്ട്. أتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. ഈ വേദപുസ്തകത്തിൽ നിനക്ക് ബോധനമായി ലഭിച്ചവ നീ ഓതിക്കേൾപ്പിക്കുക. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. നിശ്ചയമായും നമസ്കാരം നീചകൃത്യങ്ങളെയും നിഷിദ്ധ കർമ്മങ്ങളെയും തടഞ്ഞു നിർത്തുന്നു. ദൈവസ്മരണയാണ് ഏറ്റവും മഹത്തരം. ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നതെന്തും അല്ലാഹു നന്നായി അറിയുന്നുണ്ട്. ولا تجادلوا أهل الكتاب إلا بالتي هي أحسن إلا الذين ظلموا منهم وقولوا آمنا بالذي أنزل إلينا وأنزل إليكم وإلهنا وإلهكم واحد ونحن له مسلمون. ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ വേദക്കാരുമായി സംവാദത്തിലേർപ്പെടരുത്, അവരിലെ അതിക്രമികളോടൊഴികെ. നിങ്ങൾ പറയൂ, ഞങ്ങൾക്ക് ഇറക്കിത്തന്നതിലും നിങ്ങൾക്ക് ഇറക്കിത്തന്നതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്നുതന്നെ. ഞങ്ങൾ അവനെ മാത്രം അനുസരിക്കുന്നവരാണ്. وكذلك أنزلنا إليك الكتاب فالذين آتيناهم الكتاب يؤمنون به ومن هؤلاء من يؤمن به وما يجحد بآياتنا إلا الكافرون. അവ്വിധം നിനക്ക് നാം വേദപുസ്തകം ഇറക്കിത്തന്നിരിക്കുന്നു. നാം നേരത്തെ വേദം നൽകിയവർ ഇതിൽ വിശ്വസിക്കുന്നവരാണ്. ഇക്കൂട്ടരിലും ഇതിൽ വിശ്വസിക്കുന്ന ചിലരുണ്ട്. സത്യനിഷേധികളല്ലാതെ നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയില്ല. وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون. ഇതിനു മുമ്പ് നീ ഒരൊറ്റ പുസ്തകവും പാരായണം ചെയ്തിട്ടില്ല. നിന്റെ വലതു കൈകൊണ്ട് നീ അതെഴുതിയിട്ടുമില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون. യഥാർത്ഥത്തിൽ ജ്ഞാനം വന്നെത്തിയവരുടെ ഹൃദയങ്ങളിൽ ഇത് സുവ്യക്തമായ വചനങ്ങൾ തന്നെയാണ്. അക്രമികളല്ലാതെ നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയില്ല. وقالوا لولا أنزل عليه آيات من ربه قل إنما الآيات عند الله وإنما أنا نذير مبين. അവർ ചോദിക്കുന്നു, ഇയാൾക്ക് ഇയാളുടെ നാഥനിൽ നിന്ന് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഇറക്കിക്കൊടുക്കാത്തതെന്ത്? പറയുക, ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ പക്കൽ മാത്രമാണുള്ളത്. ഞാനോ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രം. أولم يكفهم أنا أنزلنا عليك الكتاب يتلى عليهم إن في ذلك لرحمة وذكرى لقوم يؤمنون. നാം നിനക്ക് ഈ ഗ്രന്ഥം ഇറക്കിത്തന്നു എന്നതുപോലെ അവർക്ക് തെളിവായി അതവരെ ഓതിക്കേൾപ്പിക്കുന്നുമുണ്ട്. സംശയമില്ല, വിശ്വസിക്കുന്ന ജനത്തിന് അതിൽ ധാരാളം അനുഗ്രഹമുണ്ട്, മതിയായ ഉദ്ബോധനവും. قل كفى بالله بيني وبينكم شهيدا يعلم ما في السماوات والأرض
والذين آمنوا بالباطل وكفروا بالله أولئك هم الخاسرون. പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു മതി. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ അറിയുന്നു. എന്നാൽ ഓർക്കുക, അസത്യത്തിൽ വിശ്വസിക്കുകയും അല്ലാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് പരാജിതർ. ويستعجلونك بالعذاب ولولا أجل مسمى لجاءهم العذاب وليأتينهم بغتة وهم لا يشعرون. അവർ നിന്നോട് ശിക്ഷയ്ക്കായി ധൃതി കൂട്ടുന്നു. കൃത്യമായ കാലാവധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ശിക്ഷ അവർക്ക് ഇതിനകം വന്നെത്തിയിട്ടുണ്ടാകുമായിരുന്നു. അവരറിയാതെ പെട്ടെന്ന് അതവരിൽ വന്നെത്തുക തന്നെ ചെയ്യും. يستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين. ശിക്ഷയ്ക്കായി അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. സംശയം വേണ്ട, നരകം സത്യനിഷേധികളെ വലയം ചെയ്തു നിൽപ്പുണ്ട്. يوم يغشاهم العذاب من فوقهم ومن تحت أرجلهم ويقول ذوقوا ما كنتم تعملون. മുകളിൽ നിന്നും കാലുകൾക്കടിയിൽ നിന്നും ശിക്ഷ അവരെ പൊതിയുന്ന ദിനം. അന്ന് അവരോട് പറയും, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലം അനുഭവിച്ചുകൊള്ളുക. يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون. സത്യവിശ്വാസം സ്വീകരിച്ച എന്റെ ദാസന്മാരെ, എന്റെ ഭൂമി വിശാലമാണ്. അതിനാൽ നിങ്ങൾ എനിക്ക് മാത്രം വഴിപ്പെടുക. كل نفس ذائقة الموت ثم إلينا ترجعون. എല്ലാവരും മരണത്തിന്റെ രുചി അറിയും, പിന്നെ നിങ്ങളെയൊക്കെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നാം സ്വർഗത്തിൽ സമുന്നത സൗധങ്ങൾ ഒരുക്കിവച്ചിരിക്കുന്നു. അതിന്റെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. നന്നായി പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം വളരെ വിശിഷ്ടം തന്നെ. الذين صبروا وعلى ربهم يتوكلون. ക്ഷമ പാലിക്കുന്നവരാണവർ, തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിക്കുന്നവരും. وكأي من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. എത്രയെത്ര ജീവികളുണ്ട്, അവയൊന്നും തങ്ങളുടെ അന്നം ചുമന്നല്ല നടക്കുന്നത്. അല്ലാഹുവാണ് അവയ്ക്കും നിങ്ങൾക്കും ആഹാരം നൽകുന്നത്. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ لَيَقُولُنَّ اللَّهُ فَأَنَّىٰ يُؤْفَكُونَ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതും സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തി തന്നതും ആരെന്ന് നീ ചോദിച്ചാൽ ഉറപ്പായും അവർ പറയും, അല്ലാഹുവാണെന്ന്. എന്നിട്ടും എങ്ങനെയാണ് അവർക്ക് വ്യതിയാനം സംഭവിക്കുന്നത്? الله يبسط الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم. അല്ലാഹു തന്റെ ദാസന്മാരിൽ അവനിച്ഛിക്കുന്നവർക്ക് ഉപജീവനത്തിൽ വിശാലത വരുത്തുന്നു. അവനിച്ഛിക്കുന്നവർക്ക് അതിൽ ഇടുക്കവും വരുത്തുന്നു.
അല്ലാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ്. وَلَئِن سَأَلْتَهُم مَّن نَّزَّلَ مِنَ السَّمَاءِ مَاءً فَأَحْيَا بِهِ الْأَرْضَ مِن بَعْدِ مَوْتِهَا لَيَقُولُنَّ اللَّهُ قُلِ الْحَمْدُ لِلَّهِ بَلْ أَكْثَرُهُمْ لَا يَعْقِلُونَ. മാനത്തുനിന്ന് വെള്ളം വീഴ്ത്തുന്നതും അതുവഴി ഭൂമിയെ അതിന്റെ നിർജീവതയ്ക്ക് ശേഷം ജീവസുറ്റതാക്കുന്നതും ആരെന്ന് നീ ചോദിച്ചാൽ അവർ പറയും, അല്ലാഹുവാണെന്ന്. പറയുക, സർവസ്തുതിയും അല്ലാഹുവിനാണ്. എന്നാൽ അവരിലേറെ പേരും ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. وَمَا هَذِهِ الْحَيَاةُ الدُّنْيَا إِلَّا لَهْوٌ وَلَعِبٌ وَإِنَّ الدَّارَ الْآخِرَةَ لَهِيَ الْحَيَوَانُ لَوْ كَانُوا يَعْلَمُونَ. ഈ ഇഹലോക ജീവിതം കളിയും ഉല്ലാസവുമല്ലാതൊന്നുമല്ല. പരലോക ഭവനം തന്നെയാണ് യഥാർത്ഥ ജീവിതം, അവർ കാര്യം മനസ്സിലാക്കുന്നവരെങ്കിൽ. فَإِذَا رَكِبُوا فِي الْفُلْكِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ فَلَمَّا نَجَّاهُمْ إِلَى الْبَرِّ إِذَا هُمْ يُشْرِكُونَ. എന്നാൽ അവർ കപ്പലിൽ കയറിയാൽ തങ്ങളുടെ വണക്കവും വഴക്കവുമൊക്കെ ആത്മാർത്ഥമായും അല്ലാഹുവിനു മാത്രമാക്കി അവനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് അവൻ അവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചാലോ അവരതാ അവന് പങ്കാളികളെ സങ്കൽപ്പിക്കുന്നു. لِيَكْفُرُوا بِمَا آتَيْنَاهُمْ وَلِيَتَمَتَّعُوا فَسَوْفَ يَعْلَمُونَ. അങ്ങനെ നാം അവർക്ക് നൽകിയതിനോട് അവർ നന്ദികേട് കാണിക്കുന്നു, ആസക്തിയിലാണ്ടുപോകുന്നു. എന്നാൽ അടുത്തുതന്നെ അവർ എല്ലാം അറിഞ്ഞുകൊള്ളും. أَوَلَمْ يَرَوْا أَنَّا جَعَلْنَا حَرَمًا آمِنًا وَيُتَخَطَّفُ النَّاسُ مِنْ حَوْلِهِمْ أَفَبِالْبَاطِلِ يُؤْمِنُونَ وَبِنِعْمَةِ اللَّهِ يَكْفُرُونَ. അവർ കാണുന്നില്ലേ നാം നിർഭയമായ ഒരാദരണീയ സ്ഥലം ഏർപ്പെടുത്തിയത്? അവരുടെ ചുറ്റുവട്ടത്തുനിന്ന് ആളുകൾ റാഞ്ചിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണിത്. എന്നിട്ടും അസത്യത്തിൽ അവർ വിശ്വസിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുകയും. وَمَنْ أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَوْ كَذَّبَ بِالْحَقِّ لَمَّا جَاءَهُ أَلَيْسَ فِي جَهَنَّمَ مَثْوًى لِلْكَافِرِينَ. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിയുണ്ടാക്കുകയും സത്യം വന്നെത്തിയപ്പോൾ അതിനെ കള്ളമാക്കി തള്ളുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? ഇത്തരം സത്യനിഷേധികളുടെ വാസസ്ഥലം നരകം തന്നെയല്ലയോ? وَالَّذِينَ جَاهَدُوا فِينَا لَنَهْدِيَنَّهُمْ سُبُلَنَا وَإِنَّ اللَّهَ لَمَعَ الْمُحْسِنِينَ. നമ്മുടെ കാര്യത്തിൽ സമരം ചെയ്യുന്നവരെ നാം നമ്മുടെ വഴികളിലൂടെ നയിക്കുക തന്നെ ചെയ്യും. സംശയമില്ല, അല്ലാഹു സച്ചരിതരോടൊപ്പമാണ്.